പോലീസിന്റെ സ്വർണ്ണവേട്ടകളിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. പിടികൂടിയ സ്വർണത്തിന്റെ അളവിൽ വലിയ പൊരുത്തക്കേടുകളാണ് കണ്ടെത്തിയത്. കരിപ്പൂർ കേന്ദ്രീകരിച്ച് പോലീസ് പിടികൂടിയ കള്ളക്കടത്തു കേസുകൾ പരിശോധിക്കാൻ പ്രത്യേക സംഘത്തിനെ ചുമതലപ്പെടുത്തിയിരുന്നു. സുജിത് ദാസ് മലപ്പുറം SP ആയിരുന്നപ്പോൾ രജിസ്റ്റർ ചെയ്ത 100-ലധികം കേസുകളാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? PV അൻവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണല്ലോ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ PV അൻവർ MLA ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറായ K. പത്മാവതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കെ നടത്തിയ സ്വർണ്ണവേട്ടകളിലാണ് അന്വേഷണം. നേരത്തെ സുജിത് ദാസ് കസ്റ്റംസിലായിരുന്നു, കസ്റ്റംസിന്റെ ജോലി ചെയ്തിരുന്നു, അവിടെ ഇൻസ്പെക്ടറായാണ് ജോലി ചെയ്തിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന കസ്റ്റംസിലെ പരിചയങ്ങൾ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ചോർത്തി നൽകുന്നവരെ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താമെന്നടക്കമുള്ള കാര്യങ്ങൾ, സ്വർണ്ണക്കടത്ത് നടത്തുന്ന വൻ സംഘങ്ങളെ എങ്ങനെയെല്ലാം വിവരങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗപ്പെടുത്താമെന്ന് കൃത്യമായി തന്നെ സുജിത് ദാസിന് അറിയാമായിരുന്നു. എന്നാൽ ഇവിടെ ആരോപണങ്ങളായി അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പിടിച്ചെടുത്ത സ്വർണത്തിൽ വലിയ തോതിലുള്ള തിരിമറി മലപ്പുറം SP ആയിരിക്കെ സുജിത് ദാസ് നടത്തിയിട്ടുണ്ട്. കാരണം നിരവധി സ്വർണ്ണക്കടത്തുകൾ, 100-ലധികം കേസുകൾ സുജിത് ദാസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പലപ്പോഴും ഈ സ്വർണം പിടിക്കുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റംസിനെ പോലെ പിടിച്ചെടുത്ത അതേ രൂപത്തിൽ കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല. പകരം അത് ഉരുക്കിയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ പിടികൂടുന്ന കേസുകൾ പിന്നീട് കസ്റ്റംസിന് കൈമാറുകയും ചെയ്യണം. ഇങ്ങനെ സ്വർണം ഉരിക്കുമ്പോഴാണ് വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടത്തിയിരുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും ആരോപണമായി ഉയർന്നിരിക്കുന്നത്. ഇങ്ങനെ ഉരുക്കിയെടുക്കുന്ന സ്വർണത്തിൽ നല്ലൊരു പങ്ക് പോലീസ് വീതം വെച്ച് എടുത്തിരുന്നു എന്ന കാര്യം ആരോപിക്കുന്നു. മാത്രമല്ല, ഈ വിവരങ്ങൾ ചോർത്തി നൽകിയ ആളുകൾക്കടക്കം ഇതിന്റെ ഒരു പങ്ക് ലഭിച്ചിരുന്നു. ഈ സ്വർണ്ണപ്പണിക്കാരാണ് സാധാരണ ഇത് ഉരുക്കി നൽകുന്നത്. എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം നൽകുന്നതിന് പോലും, അല്ലെങ്കിൽ അതിന് കൂലി നൽകുന്നതിന് പോലും നിലവിൽ വ്യവസ്ഥയില്ല എന്നിരിക്കെ ആ സ്വർണത്തിൽ തന്നെ ചെറിയൊരു പങ്ക് സ്വർണ്ണപ്പണിക്കാർക്ക് കൂടി നൽകിയാണ് ഈ ഉരുക്കൽ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ആരോപണങ്ങളെ ഗൗരവത്തോടു കൂടിയാണ് കസ്റ്റംസ് കാണുന്നത്. നേരത്തെ തന്നെ കസ്റ്റംസിന്റെ നടപടിക്രമങ്ങളിൽ കയറിയുള്ള പോലീസിന്റെ കൈകടത്തലായാണ് കസ്റ്റംസ് നേരത്തെ തന്നെ ഇക്കാര്യത്തെ വിലയിരുത്തിയത്. കാരണം പോലീസ് പല ഘട്ടങ്ങളിലും കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് പുറത്തു കിടക്കുന്ന ആളുകളെ പിടികൂടുന്നു എന്നായിരുന്നു പോലീസ് തന്നെ പ്രചരിപ്പിച്ചിരുന്നത്. അങ്ങനെ നിരവധി കേസുകൾ പിടികൂടുകയും ചെയ്തു. തന്റെ കസ്റ്റംസിലെ പരിചയ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത് ചെയ്തത്. എന്നാൽ അതിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഈ സ്വർണം പങ്കുവയ്ക്കുന്നതടക്കമുള്ള നടപടികളിൽ സുജിത് ദാസും പങ്കാളിയായിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് PV അൻവർ MLA ഉയർത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ കസ്റ്റംസ് ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നത്. കസ്റ്റംസ് ചീഫ് കമ്മീഷണർ പത്മാവതിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് പ്രത്യേകമായി തന്നെയുള്ള ഒരു അന്വേഷണ സംഘത്തെ, ഡെപ്യൂട്ടി കമ്മീഷണറും ജോയിന്റ് കമ്മീഷണറും എല്ലാം തന്നെ, അഡീഷണൽ കമ്മീഷണറും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു ഉന്നതതല സംഘത്തെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കസ്റ്റംസിന്റെ പ്രാഥമികമായി നേരത്തെ നടത്തിയ ചില പരിശോധനകളിൽ തന്നെ പോലീസ് പിടിച്ചെടുക്കുന്ന സ്വർണത്തിന്റെ അളവിൽ വലിയ വ്യത്യാസമുണ്ട്. അത് കോടതിയിൽ നൽകുന്നതും പിടിച്ചെടുക്കുന്ന സ്വർണവുമായി പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമുള്ളതായ സംശയം കസ്റ്റംസിന് നേരത്തെ തന്നെ തോന്നിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ, കസ്റ്റംസിലെ ഉദ്യോഗസ്ഥർ തന്നെ പ്രാഥമികമായ ചില അന്വേഷണങ്ങൾ ആ ഘട്ടത്തിൽ നടത്തുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. കസ്റ്റംസ് ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം കസ്റ്റംസ് കൊച്ചി പ്രിവന്റീവ് ഓഫീസിൽ ചേർന്നതും അതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയും ചെയ്യുന്നത്. സുജിത് ദാസ് SP ആയിരിക്കെ പിടികൂടിയ സ്വർണവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നെല്ലാമാണ് പിടികൂടിയത്, അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചത് എങ്ങനെയെല്ലാമാണ്, പിടികൂടിയ സ്വർണം എങ്ങോട്ടെല്ലാം മാറ്റിയിട്ടുണ്ട്, ഇത് കോടതിയിൽ സമർപ്പിച്ച കേസുകൾ എത്രയെണ്ണമാണ്, കസ്റ്റംസിന് കൈമാറാൻ തയ്യാറായിട്ടുള്ള കേസുകൾ എത്രയെണ്ണമാണ് എന്നീ കാര്യങ്ങളിലാണ് പ്രധാനമായും പ്രിവന്റീവ് വിഭാഗം അന്വേഷണം നടത്തുക. അതോടൊപ്പം തന്നെ കസ്റ്റംസിൽ നിന്ന് വിവരങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി പ്രധാനമായും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അന്വേഷിക്കുന്നുണ്ട്. കാരണം നേരത്തെ കസ്റ്റംസിൽ ഇൻസ്പെക്ടർ ആയിരിക്കെയാണ് പിന്നീട് പോലീസിൽ ജോലി ലഭിക്കുന്നതും പോലീസ് സർവീസിലേക്ക് മാറുകയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായുള്ള വ്യക്തിബന്ധങ്ങളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കസ്റ്റംസ് അവിടെ നിന്ന് പിടിക്കാതെ വിടുന്ന സ്വർണമാണോ പുറത്തു വെച്ച് സുജിത് ദാസ് പിടിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ രാമനാട്ടുകര വാഹനാപകടത്തെ തുടർന്നായിരുന്നു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പലതും പുറത്തു വന്നിരുന്നത്. അത് പിടികൂടാൻ ശ്രമിച്ചത് പോലീസായിരുന്നു. പിന്നീട് ഇതിൽ പ്രതികളായ
ആളുകളെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട വിവര സന്ദേശവാഹകരായി പോലീസ് മാറ്റിയെന്നും അങ്ങനെ നിരവധി സ്വർണ്ണക്കടത്തുകൾ പിടികൂടുകയും അതിൽ വലിയൊരു പങ്ക് വീതം വെച്ചിട്ടുണ്ട് എന്ന ഒരു ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ അന്വേഷണത്തിനാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ജിജീഷ്, ഇന്നലെ PV അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരെണ്ണം ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മുജീബ് എന്ന ആളാണ് ഇതിന് സഹായിക്കുന്നത് എന്നൊക്കെ PV അൻവർ പറഞ്ഞിരുന്നു. ഇയാളെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ടോ? ദൃശ്യ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ്. അതായത് PV അൻവർ ആരോപണം ഉന്നയിച്ച എല്ലാവർക്കെതിരെയും അവർക്കുള്ള പങ്കാളിത്തം സംബന്ധിച്ചും വിശദമായി തന്നെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അന്വേഷിക്കും. പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി, അതായത് സുജിത് ദാസിന് അപ്പുറമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് കൂടി ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന ആരോപണത്തെ ഗൗരവമായി തന്നെയാണ് ഇക്കാര്യത്തിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമാനമായ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തന്നെ അന്വേഷണ ചുമതല കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ അടക്കം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഈ അന്വേഷണത്തിന്റെ ചുമതല കൈമാറിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ചില മൊഴികൾ രേഖപ്പെടുത്തേണ്ടി വരും എന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് ഈ സ്വർണ്ണക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പോലീസ് പിടികൂടിയ സ്വർണ്ണക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില മൊഴികൾ രേഖപ്പെടുത്തേണ്ടതായി വരും. ചില പോലീസുകാരിൽ നിന്ന് ഇക്കാര്യത്തിൽ മൊഴികൾ രേഖപ്പെടുത്തും. സുജിത് ദാസിൽ നിന്നടക്കം മൊഴികൾ രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ്, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് സംഘത്തിലുള്ളത്. മാത്രമല്ല കരിപ്പൂർ കേന്ദ്രീകരിച്ചാണ് ഈ സ്വർണ്ണക്കടത്ത് പിടികൂടലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും എല്ലാം തന്നെ നടന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ കോഴിക്കോട് കസ്റ്റംസ് വിഭാഗത്തിലെ, കസ്റ്റംസിന്റെ കോഴിക്കോട് സോണൽ വിഭാഗത്തിലെ ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കം ഈ ഒരു അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൂടി, അതായത് കോഴിക്കോട് കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നേരത്തെ കസ്റ്റംസ് ഇൻസ്പെക്ടർ ആയിരിക്കെ സുജിത് ദാസിന്റെ പ്രവർത്തനങ്ങൾ കൂടി ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നുണ്ട്. അന്ന് സുജിത് ദാസ് കമ്മീഷണർ നേരത്തെ ജോലി ചെയ്തിരുന്ന സമയത്ത്, അവിടെ ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന സമയത്തുള്ള പ്രവർത്തനങ്ങൾ, അന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടോ, സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളോ ഇടപാടുകളോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി പ്രിവന്റീവ് വിഭാഗം പരിശോധിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളെ ADGPക്ക് എതിരെ അടക്കം ഉയർത്തിയിരിക്കുന്ന ആ ആരോപണങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. മാത്രമല്ല, വേണ്ടി വന്നാൽ ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് നൽകുകയും ചെയ്യും. ഡൽഹിയിൽ നിന്ന് അടക്കം കസ്റ്റംസിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ഉള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം വളരെ ഗൗരവത്തോടെയാണ് ഈ ഒരു സംഭവത്തെ കാണുന്നത്. പല ഘട്ടങ്ങളിലും സാധാരണ നിലയിൽ പോലീസിന് വിവരങ്ങൾ ലഭിച്ചാൽ അത് കസ്റ്റംസിന് കൈമാറുകയാണ് പതിവ്. കസ്റ്റംസ് ആണ് അത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് കേസുകൾ സാധാരണ നിലയിൽ പിടികൂടാറുള്ളത്. എന്നാൽ ഇവിടെ കരിപ്പൂരിൽ കാലങ്ങളായി നടന്നിരുന്നത് കസ്റ്റംസ് പിടികൂടാതെ ഉള്ള സ്വർണ്ണങ്ങൾ എന്ന പേരിൽ പുറത്തേക്ക് എത്തുന്ന പൊട്ടിക്കൽ സംഘങ്ങൾ, അല്ലെങ്കിൽ ഒരു സംഘങ്ങളിൽ നിന്ന് മറ്റൊരു സംഘം സ്വർണം തട്ടിയെടുക്കുന്ന രീതി, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇതിലൊരു സംഘത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും സ്വർണം പിടികൂടാൻ വന്ന തട്ടിയെടുക്കാൻ വന്ന സംഘത്തെയും ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ സ്വർണം കടത്തിയ സംഘത്തെയും എല്ലാം പിടികൂടിക്കൊണ്ട് പോലീസിന്റെ ഒരു നേട്ടമായി അത് അവതരിപ്പിക്കുകയും എല്ലാമാണ് ചെയ്തിരുന്നത്. എന്നാൽ പോലീസ് ഇവിടെ ചെയ്തിരുന്നത് പല കേസുകളിലെയും പ്രതികൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികൾ, പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർ എന്നിവരെയെല്ലാം തന്നെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചുമെല്ലാം വിവരങ്ങൾ ചോർത്തിയായിരുന്നു ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് നടത്തിയിരുന്നത്. പലപ്പോഴും ഇവർക്ക് ഇതിൽ നല്ലൊരു പങ്ക് വിഹിതം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ വിവരങ്ങൾ ചോർത്തി നൽകുമ്പോൾ. എന്നാൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലയിൽ പിടികൂടുന്ന സ്വർണത്തിന് അതിന്റെ ചെറിയൊരു ഭാഗം കമ്മീഷനായി ലഭിക്കുക മാത്രമാണ് ചെയ്യുക. എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പിടികൂടുന്ന സ്വർണത്തിൽ അതിൽ യാതൊരു കണക്കുമില്ല, അക്കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നില്ല. മാത്രമല്ല, ഇത് ഒരുക്കിയെടുക്കുമ്പോൾ അതിന്റെ അളവിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോടതിക്ക് പോലും അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കോടതിയിലുള്ള കേസുകളിലടക്കം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ദൃശ്യ